പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഉയർപ്പ് കാലത്തിന്റെ അവസാനത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച ദിവസമാണ്. ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, ഉന്നതത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുന്നതുവരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. തുടർന്ന് എന്ത് ചെയ്തെന്ന് ശിഷ്യന്മാരെ കുറിച്ച് തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്: അവർ സദാസമയവും പ്രാർത്ഥിച്ചുകൊണ്ട് ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. വരുന്ന ഞായറാഴ്ച പന്തക്കൊസ്താ തിരുനാളാണ്. അതിനൊരുക്കമായി ഇത് പ്രാർത്ഥനയുടെ ആഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിലെ എല്ലാ ദിവസങ്ങളിലെയും സുവിശേഷ വായന പ്രധാനമായും പ്രാർത്ഥനയെക്കുറിച്ച്, പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചൊക്കെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നലെ ന്യായാധിപനും വിധവയും ഒരു വിധവ ചെന്ന് പലതവണ അവളുടെ ആവശ്യം നടത്തിത്തരാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചത് നേടിയെടുക്കുന്നതിൻ്റെ കാര്യം നമ്മൾ അനുസ്മരിച്ചു. ഇന്ന് ഫരിസേയനും ചുങ്കക്കാരനും ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയതിനെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. വിശുദ്ധ ലൂക്കാ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെ വാക്യങ്ങൾ. ഫരിസേയനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് കയറിപ്പോയി. രണ്ടുപേരും പ്രാർത്ഥിക്കാനാണ് ദേവാലയത്തിലേക്ക് പോയത്. പക്ഷെ രണ്ടുപേരുടെയും ശരീരഭാഷ, ബോഡി ലാംഗ്വേജ് വ്യത്യസ്തമായിരുന്നുവെന്ന് അവരെക്കുറിച്ചുള്ള വിവരണങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഫരിസേയൻ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്നാണ് തിരുവചനം പറയുന്നത്. യഥാർത്ഥ ദൈവത്തിന്റെ മുമ്പിൽ ഒന്ന് മുട്ടുകുത്തി, ഒന്ന് എളിമപ്പെടാൻ തയ്യാറാകാതെ, താൻ തന്നെ ദൈവമാണ് എന്ന രീതിയിൽ പല കാര്യങ്ങളെക്കുറിച്ചും അഹംഭാവം പറഞ്ഞ് ബോസ്റ്റ് ചെയ്ത ഒരു മനുഷ്യന്റെ വാക്കുകളാണ് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ അഹങ്കാര വർത്തമാനങ്ങൾ അത് ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥനയായില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. രണ്ടാമത്തെ ആൾ ചുങ്കക്കാരനാണ്. ചുങ്കക്കാരൻ ദേവാലയത്തിന്റെ മുമ്പിലേക്ക് പോലും വരാൻ ധൈര്യപ്പെടാതെ ഏറ്റവും പുറകിൽ നിന്ന് മുട്ടുകുത്തി നിന്ന് മാറത്തടിച്ച്, ദൈവമേ പാപിയായി എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. എളിമയോടും വിനയത്തോടും കൂടി ദൈവകരുണ യാചിച്ച് പ്രാർത്ഥിച്ച ആ മനുഷ്യന്റെ പ്രാർത്ഥനയാണ് ദൈവത്തിന് കൂടുതൽ സ്വീകാര്യമായി മാറിയത്. പ്രാർത്ഥനയ്ക്ക് നമ്മുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും വികാരത്തിന്റെയും ഒക്കെ ഭാഷ പ്രധാനപ്പെട്ടതാണ്. നമ്മളും ദേവാലയത്തിലും മറ്റിടങ്ങളിലുമൊക്കെ പ്രാർത്ഥിക്കാനായി നിൽക്കുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ കാണുന്നു? നമ്മുടെ ശരീരഭാഷ എന്താണ്? അലക്ഷ്യമായ ഭാവത്തോടെ, ശ്രദ്ധയില്ലാതെ, ഒന്ന് മുട്ടുകുത്താൻ തയ്യാറാവാതെ, കൈകൾ കൂട്ടിപ്പിടിക്കാൻ തയ്യാറാകാതെ, ശ്രദ്ധ അവിടേക്ക് കേന്ദ്രീകരിക്കാൻ തയ്യാറാകാതെ അലക്ഷ്യമായി നിന്നാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ നമ്മളും ഫരിസേയനും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനാ അവസരങ്ങളെ കൂടുതൽ ഗൗരവമായി കാണാൻ നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആ ഒരു ലാംഗ്വേജ്, ബോഡി ലാംഗ്വേജ് എങ്ങനെ ഉണ്ടാകണമെന്ന് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കുന്നു: കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടും വെടിപ്പാക്കപ്പെട്ട മനസാക്ഷിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ നിൽക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. അങ്ങയുടെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാകേണ്ട മനോഭാവത്തെക്കുറിച്ച് ഇന്ന് ഓർമ്മിപ്പിച്ചു. എളിമയോടും ഭക്തിയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പിൽ നിന്ന് വിനീത ഹൃദയത്തോടെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ ദിവസത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.